മനുഷ്യജീവന്റെ മഹത്വം പ്രഘോഷിക്കപ്പെടാൻ അമേരിക്കയിലെ വാഷിംഗ്ടണിൽ നടത്തിയ മാർച്ച് ഫോർ ലൈഫ് പ്രോ ലൈഫ് റാലിയിൽ ലക്ഷങ്ങളുടെ പങ്കാളിത്തം. കഴിഞ്ഞ ദിനം വാഷിംഗ്ടൺ DC-യിലെ നാഷണൽ മാളിൽ നിന്ന് സുപ്രീം കോടതി പരിസരത്തേക്ക് നടന്ന 52ാമത് വാർഷിക മാർച്ച് ഫോർ ലൈഫിനായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളികൾ ഉൾപ്പെടെ പതിനായിരങ്ങൾ പങ്കെടുത്തിരുന്നു. കൻസാസ് സിറ്റി അതിരൂപതയിലെ ആർച്ച് ബിഷപ്പ് ജോസഫ് നൗമാൻ പ്രാർത്ഥന നയിച്ചു. റെക്കോർഡ് ചെയ്ത വീഡിയോ സന്ദേശത്തിലൂടെ പുതിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദേശം നൽകിയപ്പോൾ വൈസ് പ്രസിഡന്റ് JD വാൻസ് നേരിട്ട് സന്ദേശം നൽകി. മാർച്ച് ഫോർ ലൈഫ് പ്രസിഡന്റ് ജെന്നി ബ്രാഡ്ലി ലിച്ചർ, ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസ്, നോർത്ത് ഡക്കോട്ടയിലെ സെനറ്റർ ജോൺ ടൂൺ, ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ, ന്യൂജേഴ്സിയിലെ റിപ്പബ്ലിക്കൻ പ്രതിനിധി ക്രിസ് സ്മിത്ത് തുടങ്ങി ഒട്ടേറെ പ്രമുഖരും ജീവന് വേണ്ടി സ്വരമുയർത്തി സന്ദേശം നൽകി. റാലിയുടെ വിജയത്തിനായി വ്യാഴാഴ്ച വാഷിംഗ്ടൺ DC-യിലെ നാഷണൽ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ കത്തീഡ്രലിൽ നടന്ന ജാഗരണ പ്രാർത്ഥനയിൽ 5000-ലധികം വിദ്യാർത്ഥികളും 100 കണക്കിന് കത്തോലിക്ക വിശ്വാസികളും പങ്കെടുത്തിരുന്നു. കൻസാസ് സിറ്റി ആർച്ച് ബിഷപ്പ് ജോസഫ് നൗമാൻ പ്രാരംഭ ബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകി. 4 കർദിനാൾമാരും 21 ബിഷപ്പുമാരും ആർച്ച് ബിഷപ്പിനൊപ്പം വിശുദ്ധ കുർബാന അർപ്പിച്ചു. 50 ഡീക്കന്മാരും 300 സെമിനാരി വിദ്യാർത്ഥികളും നിരവധി സന്യസ്തരും സന്നിഹിതരായിരുന്നു. ഗർഭചിത്രത്തിനെതിരെ വാഷിംഗ്ടണിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള പ്രതിഷേധ റാലിയാണ് മാർച്ച് ഫോർ ലൈഫ്. ഡിഫൻസ് ഫണ്ടിൻ്റെയും മാർച്ച് ഫോർ എഡ്യൂക്കേഷൻ്റെയും സഹകരണത്തോടെയാണ് റാലി സംഘടിപ്പിക്കുന്നത്. ഭ്രൂണഹത്യ എന്ന മാരക തിന്മയ്ക്കെതിരെ നടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ പ്രോ ലൈഫ് റാലിയാണ് മാർച്ച് ഫോർ ലൈഫ്. കത്തോലിക്ക സഭയിൽ നിന്നുൾപ്പെടെ വിവിധ ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ വർഷവും നടക്കുന്ന റാലിയിൽ നിരവധി മലയാളികളും പങ്കെടുക്കാറുണ്ട്.